എത്ര പൈസ എന്നത്? എത്ര രൂപ മരുന്ന് വാങ്ങാൻ പൈസ തന്നോ? ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 വോട്ട് ചെയ്യാമെന്ന പൈസ. കണ്ടില്ലേ, ഒരു മാസം മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി 5000 രൂപ തന്നു എന്നാണ് അമ്മച്ചി പറയുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഒരു വോട്ടർക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്നൊരു ആരോപണം നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് വീഡിയോയില് ആ അമ്മച്ചിയുടെ കയ്യിലേക്ക് ഒരു തുക, ഒരു പൈസ വെച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ, നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സ്ത്രീ ആ ഒരു പൈസ വെച്ചു കൊടുക്കുന്നത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഗംഭീര തല്ലാണ് നടന്നിട്ടുള്ളത്. ഇത് എല്ലാം എടുത്തത് കോൺഗ്രസ്സുകാരാണ്, ഈ വീഡിയോസുകളെല്ലാം. ഇതിന്റെ ഭാഗമായി ചോദ്യം ചോദിക്കുന്നു. പക്ഷേ ഇതിൽ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് പിന്നീട് അമ്മച്ചി പെരുമാറുന്ന. പ്രായമായ സ്ത്രീയാണ്, ഓർമ്മക്കുറവും മറ്റോ കൊണ്ടായിരിക്കാം. പക്ഷെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചുമകൻ തന്നോ എന്ന് 1-2 തവണ ചോദിക്കുമ്പോഴേക്കും അമ്മച്ചിക്ക് കാര്യം എന്തൊക്കെയോ മനസ്സിലാവുകയും പിന്നീട് മാറ്റി പറയുകയും ചെയ്യുന്നത് കാണാമെന്നുള്ളതാണ് ഇതേ വീഡിയോയിൽ തന്നെ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നോക്കൂട്ടാ, എന്തായാലും അവരുടെ പ്രതികരണം കേട്ടു. അത് എനിക്കിവിടെ ചെറുമക്കളായിരിക്കാം. അമ്മയാണെങ്കിൽ പ്രായമേറിയ അമ്മയുമാണ്. അതുകൊണ്ട് അവർ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണക്കിലെടുക്കാന്നും കൂടി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് സംഭവിക്കുന്നത് ഗോകുൽ? അവർ ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണമാണോ തിരിച്ചു വന്നത്? കയ്യിൽ കൊടുത്തിട്ട് ഫോട്ടോ എടുത്താണോ? പ്രാദേശികമായ നേതാക്കളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇലക്ഷൻ, അതായത് അമ്മ ആദ്യം പറഞ്ഞത് താൻ സ്ഥാനാർത്ഥികളും വന്നു, എല്ലാവരോടും പൈസ ചോദിച്ചു. പക്ഷേ 5000 രൂപ ആവശ്യമുണ്ട് ചോദിച്ചു. ഇവരെ തന്നുള്ളൂ. BJP സ്ഥാനാർത്ഥി മാത്രമാണെന്നാണ് അമ്മ ആദ്യം പറഞ്ഞത്. അതിനുശേഷം മകൻ പൈസ തന്നോ എന്ന് 3 തവണ അമ്മയോട് ചോദിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ 3 തവണ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി. അമ്മ അത് മാറ്റി പറഞ്ഞു, ഇല്ല പൈസ തന്നില്ല എന്ന്. കൃത്യമായിട്ട് ഒരു പക്ഷേ പൈസ കിട്ടിയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. എല്ലായിടത്തും BJP ചെയ്യുന്ന ഒരു രീതിയാണല്ലോ. ഇനി എന്തായാലും നമ്മൾ കാണേണ്ടത് ആ പൈസ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വഴക്കുകളാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാണേണ്ടതുമായിട്ടുള്ള സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ നാടിനുണ്ടാകുന്ന ഒരു ഗംഭീര അപകടമാണ്. ഇവിടെ ശോഭാ സുരേന്ദ്രൻ തന്റെ കള്ളി വെളിച്ചത്തായോ അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് അതിനെ ആരോപണത്തെ നിരാകരിക്കാവുന്നല്ലേ. തങ്ങളെ അതിൽ തെറ്റില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കുക, എന്താ ചെയ്തോളൂ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. പക്ഷെ ഇവിടെ ശോഭാ സുരേന്ദ്രൻ പിന്നെ അക്രമാസക്തിയാവുന്ന ചില വീഡിയോസുകളാണ് സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നത്. അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുത്തത് മോശം കാനഡയിൽ പോയിട്ട് പൈസ കൊടുത്തത് മോശം. അതാണ് കൂടുതൽ വിലസണ്ട് കേട്ടോന്ന്. തുടക്കം തന്നെ അവര് റോങ് ആയി. കൂടുതൽ വിലസണ്ട് കേട്ടോ. തുടക്കം തന്നെ ശോഭാ സുരേന്ദ്രൻ റോങ് ആയി എന്നുള്ളതാണ്. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. അവരത് ഇറങ്ങുന്നു. ഇനി കാണണം നിങ്ങള്. എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ നിങ്ങളുടെ വാട നിങ്ങളുടെ തേങ്ങയിലെ നോക്കൂ, ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് ആ വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ മൊബൈലൊക്കെ പിടിച്ചു വാങ്ങിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പെരുമാറുന്ന, ഇങ്ങനെ അക്രമാസക്തമായ രീതിയിൽ പെരുമാറുന്ന ഏതെങ്കിലും UDF-കാരെയോ ഏതെങ്കിലും ലീഗുകാരെയോ ഏതെങ്കിലും CPM നേതാവിനെയോ കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പെരുമാറിയില്ല. അറ്റ്ലീസ്റ്റ് ആ ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും വളരെ മാന്യമായിട്ടാണ് എല്ലാവരോടും പെരുമാറുക. പക്ഷെ ഇവിടെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അവരെ BJP-ക്കാരെ തനി സ്വഭാവം പുറത്തെടുക്കുന്നുണ്ട്. അക്രമാസക്തമാണ് ഈ സ്ത്രീ അടക്കം. അടിച്ചു തന്റെ കരണക്കുട്ടി അടിക്കുന്നതാണ്. പക്ഷെ അതിനെ പേടിച്ചിരിക്കുമെന്നാണ് പാവം ശോഭാ സുരേന്ദ്രൻ വിചാരിച്ചത്. BJP-ക്കാർ എന്തിനൊക്കെ പറഞ്ഞ തൊട്ടപ്പുറത്തെ ആൾക്കാരൊക്കെ പേടിച്ച് വിറയ്ക്കുന്നു വിചാരിച്ചു. പക്ഷേ അപ്പുറത്തുള്ള ആൺകുട്ടികളാണ് മക്കളെ. കണ്ടോക്കിനി കാണേണ്ട സംഗതിയാണ്.
ഇതാക്കണ്ട. ചേച്ചി തീരുമാനിച്ചെടുക്കണ്ട. ഞങ്ങൾക്ക് ബഹുമാനത്തോടെ കാണണം. ഇവരെങ്ങനെ ബഹുമാനത്തോടെ കാണണം. ചേച്ചി നമ്മളെ എന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനല്ല വന്നത് നോക്കൂ, ഇവരുടെ അനുവാദമില്ലാതെ, ശരിയാണ്, ആരുടെ അനുവാദമില്ലാതെ ആരും വീഡിയോ എടുക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ നടക്കുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അനുവാദത്തിന്റെ മറ്റും പ്രശ്നമൊന്നുമല്ല, ഒരു കള്ളത്തരം പിടിച്ചു എന്നതിന്റെ ദേഷ്യമാണ്. എന്റെ വീഡിയോ എടുക്കാൻ പാടില്ല, നീ ആരടാ എന്റെ വീഡിയോ എടുക്കാൻ, എന്റെ ചെപ്പക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നീ തരത്തിലുള്ള വാക്കുകളാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്നത്. ഇവരെങ്ങാൻ ജയിച്ച് അവിടെ MLA ആയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെ ആളുകള് എന്തെങ്കിലും ഒരു സഹായം ഇവരോട് അഭ്യർത്ഥിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അടിച്ചു തന്നെ കാരണക്കുട്ടി പൊട്ടിക്കും. നീ ആരടാ എന്നോട് സഹായം ചോദിക്കാൻ എന്നൊക്കെ ഇവര് ഉറപ്പ്. ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കുക. അങ്ങനെ മൊബൈൽ കണ്ടില്ലേ, ഇതാണ് ഇവിടെ നടന്ന കാര്യങ്ങളല്ല. പിന്നീട് അവര് ആ ഡോർ തുറക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ ഇല്ലല്ലോ, നിങ്ങൾ ആദ്യം കണ്ടെന്താ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കുക. പൈസ ഇവിടെ ആരെങ്കിലും ഇയാളെങ്ങനെ വീഡിയോ എടുക്കില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടെ ചോദിച്ചത്, ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത്, നിങ്ങൾ അവിടെ പണം കൊടുക്കുന്നത് കണ്ടുവല്ലോ എന്നുള്ളതാണ്. പിന്നീട് ആ പണം കൊടുക്കുന്ന കണ്ടുവല്ലോ എന്നുള്ള സംഗതി മുഴുവൻ ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് മുഴുവൻ മാറ്റി ഇവര് വിഷയം മാറ്റി അനുവാദമില്ലാതെ എന്റെ വീഡിയോ എടുക്കാൻ വരുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റി. ഇനി ആ വീഡിയോ എടുത്ത ചെറുപ്പക്കാരെ കാണാം. എവിടെ വീട് വീടാന്തരം കയറുന്നുണ്ടായിരുന്നു. പണം കൊടുക്കുന്നുണ്ടെന്നുള്ള പരാതി നമ്മുടെ പ്രവർത്തകരെല്ലാം പറയുണ്ടായി. അപ്പൊ ഞങ്ങളിവിടെ കണ്ണനൂരിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി ഇപ്പൊ വീടുകളിലേക്ക് പോകുന്നുണ്ട്. കൂടെ ഒരു സ്ത്രീ പോകുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി മടങ്ങിയതിനു ശേഷം സ്ത്രീ ഈ വീട്ടുകാരുടെ കയ്യിൽ പൈസ കൊടുക്കുന്നതാണ് കണ്ടത്. ഞാൻ ഞങ്ങളുടെ കാറിലിരുന്ന് പകർത്തിയാണ്. ജസ്റ്റ് ശോഭാ സുരേന്ദ്രൻ ആദ്യം വീട്ടിലേക്ക് കയറി അവരിറങ്ങിപ്പോയി. കൂടെയുള്ള ആള് കാറിൽ പോയി പൈസ എടുത്തിട്ട് വന്നിട്ടാണ് ഇവരെ കൊടുത്തത്. ശോഭയുടെ കാറിൽ തന്നെ ഉണ്ടായിരുന്ന സ്ത്രീ. അതെ 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 അതെ. ഈ വെളുത്ത വസ്ത്രം ധരിച്ച ചുരിദാർ. അതെ അതെ. ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് ശരിയാണെങ്കിൽ ഇവിടെ അന്വേഷിക്കേണ്ടത് ഇവരെ കാറുകളാണ്. ഇങ്ങനെ ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോ വോട്ടേഴ്സിനും 5000 രൂപ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കാറിൽ എത്ര കോടി രൂപയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ ചുമ്മാ സങ്കല്പിക്കുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന ഇവന്മാരാരും വരുന്നില്ലല്ലോ എന്നുള്ള നമ്മുടെ സങ്കടം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നിമിഷം കൊണ്ട് ഒരു വോട്ടിന് ഇവർ ചെലവഴിക്കുന്ന 5000 ആണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് 5000 വെച്ച് കൂട്ടുമ്പോൾ എത്ര കോടി രൂപയാണ് ഇവർ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു മണ്ഡലത്തിൽ മാത്രം ചെലവഴിക്കുന്നുള്ള അത്ഭുതപൂർവമായിട്ടുള്ള ഒരു കണക്കാണ് നമ്മളൊക്കെ ഇനി ആലോചിക്കേണ്ടത്. ഇവിടെ വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തിയതായിരുന്നു. ഇവിടെ നിർത്തിയിട്ടാണ് ഇറങ്ങിപ്പോയത്. ഞങ്ങളുടെ ശോഭയുടെ വാഹനം ഇവിടെ നിർത്തി. അല്ല, ഇതിന്റെ തൊട്ട് മുൻപിൽ ഞങ്ങളുടെ കാറാണ് ഇവിടെ കറക്റ്റ് മുൻപിൽ വന്നത്. നിങ്ങളെ കണ്ടിരുന്നു? അല്ല, ശ്രദ്ധിച്ചില്ല. അത് കുറെ വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് അതിലേതോ വാഹനം എന്ന് വിചാരിച്ചു. അല്ല, അവര് എവിടുത്തുകാരാണെന്ന് ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള മണ്ഡലത്തിലുള്ളവരല്ല. ഒന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് ഇന്ന്. പുറത്ത് മണ്ഡലത്തിലുള്ള ആളുകൾ മണ്ഡലം വിട്ട് പോകേണ്ട ദിവസമായിട്ടും ഇന്ന് ഈ പ്രവർത്തി ഞങ്ങൾ കുറെ ദിവസമായിട്ട് ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവർ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്ന് എങ്ങനെയുണ്ട്? പുറമേ നിന്ന് ആളുകളെ വെച്ചിട്ടുള്ള കളിയാണ്. എന്റെ സംശയം നമ്മുടെ തൃശ്ശൂരൊക്കെ എങ്ങനെ ജയിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴേ തൃശ്ശൂരൊക്കെ എങ്ങനെ ജയിച്ചു, എത്ര ലക്ഷങ്ങൾ പൊട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ, ഇതൊന്നും എവിടെ എത്തില്ല, കണക്കുകൾ എവിടെയൊന്നും എത്തില്ല. എന്റെ പൊന്നു പാലക്കാട്ടുകാരെ, എന്റെ അഭിപ്രായം ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അവിടുത്തെ ഒരു NMR റസാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു പച്ച മനുഷ്യനാണ്, നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഞാൻ നിർത്തി. ബൈ.